നമുക്കിന്ന് തേങ്ങയില്ലാതെ അപ്പം ചുട്ടെടുക്കാം. ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു നുള്ളി ഉലുവയിട്ട് കൊടുത്ത് അര ഗ്ലാസ് അവിലുമിട്ട് ഒന്നുകൂടി കഴുകി അരക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു വയ്ക്കാം. ഇത് കുതിർന്നു കഴിഞ്ഞാൽ വെള്ളം കൂടുതലില്ലാത്ത രീതിയിലാണ് വെക്കേണ്ടത്. തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം അധികമാവാതെ നോക്കണം. അതിലുള്ള വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കണം. ഞാൻ 2 പ്രാവശ്യം ഇട്ടാണ് അരച്ചെടുത്തത്. ഇത് ഞാൻ തലേന്ന് രാത്രി അരച്ച് രാവിലെയാണ് ചുടുന്നത്. ഈ രീതിയിലാണ് ഞാൻ അരച്ചെടുത്തത്. ഇതിന് പ്രത്യേക ഗുണം തേങ്ങയും വേണ്ട, തേങ്ങാ വെള്ളവും വേണ്ട, ഈസ്റ്റും വേണ്ട. ഇനി വെള്ളം ചേർക്കരുത്. ഇങ്ങനെ അരച്ച് വെച്ചാൽ മാത്രം മതി. പിറ്റേന്ന് എടുത്തു നോക്കുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടായത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇനി ഉപ്പിട്ട ശേഷം ഒന്ന് ഇളക്കി അപ്പം ചുട്ടെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റില്ല, തേങ്ങയില്ല, തേങ്ങാ വെള്ളമില്ല എന്നൊന്നും കരുതി ആരും വിഷമിക്കേണ്ട. നല്ല സോഫ്റ്റ് അപ്പമായിരിക്കും. മാവ് പൊങ്ങി വന്നാൽ അധിക നേരം ഇളക്കേണ്ട. ഞാനിവിടെ അപ്പമുണ്ടാക്കുന്നത് ഇതുപോലെ അപ്പം ചുടുന്ന ചട്ടിയിൽ ഒഴിച്ചിട്ടാണ്. ഇത് പഴയ കാലത്തുള്ള അപ്പച്ചട്ടിയാണ്. ഇതിൽ മാവൊഴിച്ച ശേഷം ചുറ്റിച്ച് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിലും ചുട്ടെടുക്കാം. ആദ്യം തന്നെ പിറ്റേന്ന് ചുടുമ്പോൾ വെള്ളം ആവശ്യമായ രീതിയിൽ ഇളക്കി വയ്ക്കണം. ചുടാറാവുമ്പോൾ വെള്ളം ഒഴിക്കാത്തതാണ് നല്ലത്. എൻ്റെ അപ്പം കുത്തരി കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഈ കളറുള്ളത്. പിന്നെ ഇതിൽ ചോറൊന്നും ചേർക്കേണ്ട. അപ്പം നല്ല സോഫ്റ്റാണ്. തേങ്ങയ്ക്ക് വില കൂടിയ ഈ കാലത്ത് നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഇതുപോലെ പൂവിൻ്റെ ആകൃതിയിൽ വേണമെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കാം. ഈ അപ്പത്തിന് അങ്ങനെ പുളിയൊന്നും ഉണ്ടാവില്ല. ചിലർ പഞ്ചസാര ചേർക്കും. ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കാറില്ല. തേങ്ങയ്ക്ക് വില കൂടി എന്ന് കരുതി ആരും അപ്പം ഉണ്ടാക്കാതിരിക്കേണ്ട. അപ്പം പൊട്ടിച്ച് നോക്കിയാൽ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.